ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉമ്മ എല്ലാവർക്കും കേട്ടോ. ഞങ്ങൾക്കത് ആവശ്യമില്ലെങ്കിലോ? നീ പോടാ, നീ ഇന്നലെ എന്നെ വലിയ കാര്യമായിട്ട് അങ്ങനെ ഒതുക്കണ പോലെ. എന്നിട്ട് അമ്മ അങ്ങനെ പറഞ്ഞു, അമ്മ അങ്ങനെ പറഞ്ഞു, ആ സമയത്ത് അമ്മ അങ്ങനെ പറയാന്നൊക്കെ നീ പറഞ്ഞില്ലേ? ഉള്ളതല്ലേ അത് പറഞ്ഞേ. കഴിഞ്ഞ് അങ്ങനെ പോയില്ലേ, ഇതൊക്കെ കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പോയപ്പോ അച്ഛൻ പറഞ്ഞല്ലോ നിന്റെ കാര്യം. അത് ഞാൻ പറയട്ടെ, എന്തറിയോ, ഇവനെ ആശുപത്രി പോയപ്പോ അച്ഛൻ പറഞ്ഞു കേട്ടോ, വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്റെ കുറ്റം ഞാനൊന്നും പറയാൻ പാടില്ല. അല്ല ഞാൻ പറയും, നീ എന്നെ പറയാന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെയും പറയാം. അപ്പൊ എന്തറിയോ, ഇവനവിടെ പോയിട്ട് ഒറ്റവേല കൊണ്ടുവിടുമ്പോ ചോരൊക്കെ കണ്ടിട്ട് ഇവന്റെ ഇത്ര ഞാൻ ഭയങ്കര ഒരു സ്ഥലത്ത് പോയിട്ട് നേഴ്സ് വരെ വന്നിട്ട് ഇവന് വെള്ളം കൊടുത്തത് ഇവരെ പോന്നക്കടാന്ന് പറഞ്ഞിട്ട് അത്ര ധൈര്യശാലിയാണ് കണ്ടല്ലേ. അത് പിന്നെ പെട്ടെന്ന് ചോര കാണുമ്പോ ആർക്കും ഉണ്ടാവില്ലേ? എന്നാലും വെള്ളമൊക്കെ കുടിപ്പിക്കേണ്ട അവസ്ഥ. പക്ഷെ അതിന്റെ അതിശയം എന്താ അറിയോ, അത്രയും ചോര പോയിട്ട് സ്റ്റിച്ചൊക്കെ ചെയ്ത ആള് അച്ഛൻ ഉഷാറായിട്ട് ഒരു ഇതുമില്ലാണ്ട് ഇവനാണെങ്കിലോ തളർന്നിട്ട് എന്നിട്ട് എന്നോട് ചോദിക്കാണ്, നിനക്ക് പറ്റുമോ കുറച്ച് കഴിഞ്ഞിട്ട് പോണോന്ന്. അച്ഛൻ ഉഷാറായിട്ടുണ്ട്, സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആള് നല്ല ഉഷാറായിട്ട്. അല്ല, എന്തിനായിരുന്നു ഇപ്പൊ ഇത് പറഞ്ഞത്? ഉറക്കം തൂങ്ങി തളർന്ന് ഒന്നും പറയണ്ട. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു അത് വിഷമം കൊണ്ടായിരുന്നു. പിന്നെ ഈ ഷൂട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോ അച്ഛൻ പറയും അവനെന്താണ് ഇങ്ങനെ ഉണ്ടായത്. അപ്പോഴോ ഞാൻ ആദ്യം അറിഞ്ഞതാണെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞു. അല്ല, സന്തോഷമായല്ലോ അമ്മയ്ക്ക്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാട്ടോ, അമ്മ ഏത് സ്കൂളിലാണ് അല്ല ആരാണ് അമ്മക്ക് മലയാളം പഠിപ്പിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഉറക്കം തൂങ്ങല്ല, അത് തലചുറ്റലാണ്. എന്തെങ്കിലും ആവട്ടെ, തലചുറ്റലോ ഉറക്കം തൂങ്ങിയ പോലെയല്ലേ വരുന്നുണ്ടാവുന്നത്. വരുമ്പോഴാ പറഞ്ഞു ഇങ്ങനെ വരുന്നുണ്ടാവുന്നല്ലോ, അതാ പറഞ്ഞു. മനസ്സിലായി. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്താ അറിയോ, നേന്ത്രക്കായി മുതിരയും കൂടി ഇട്ടിട്ട്. മുതിര ഞാൻ വേവിച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട്. പിന്നെ നേന്ത്രക്കായ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉപ്പേരിക്കാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, ഉണക്കമുളകും കൂടി ഒന്ന് ചതച്ചത്. അത് 2 ഉണക്കമുളകും ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടി ചതച്ചത്. നേന്ത്രക്കായ കാണിച്ചപ്പോഴും ഉപ്പേരിയാണ് ഞങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ കടുക്, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇത്രയേ വേണ്ടൂ. നേന്ത്രക്കായും കൊണ്ട് ആർക്കും ബിരിയാണി ഉണ്ടാക്കാനൊന്നും പറ്റില്ല, ഉപ്പേരി തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. അമ്മക്ക് അതൊക്കെ പറ്റും, അമ്മ അത് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യും. വഴുതനങ്ങയും കൊണ്ട് ഉണ്ടാക്കില്ലേ, വൈഗൻ റൈസ് ഉണ്ടാക്കില്ലേ, ആലു റൈസ് ഉണ്ടാക്കില്ലേ, പിന്നെന്താണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കില്ലേ, പിന്നെ കോളിഫ്ലവർ റൈസ് ഉണ്ടാക്കില്ലേ, പിന്നെന്താണ് ഇത് എന്താണ് ക്യാബേജ് റൈസ് ഉണ്ടാക്കില്ലേ, അതൊക്കെ ഉണ്ടാക്കുന്ന. പിന്നെ കായ കൊണ്ട് റൈസ് ഉണ്ടാക്കി പെద్దതുണ്ട്. അത് ഞാൻ എവിടെയും പൂമ്പ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് അമ്മയും അച്ഛനും കൂടി ഇരുന്ന് അങ്ങോട്ട് തട്ടിക്കൊള്ളൂട്ടാ. അതെന്തെങ്കിലും ചെയ്തോളാം ഞങ്ങൾ കേട്ടോ. നീ അതിനെ കുറിച്ച് ഒരുപാട് ആലോചിച്ചിട്ട് സമയം കളയണ്ട കേട്ടാ. എണ്ണ ചൂടാവട്ടെ, എന്നിട്ട് കടുകിടാം. ഓക്കെ. എന്താന്ന് ഫുള്ള് കാര്യമുണ്ട്. നീ ഇന്നലെ എൻ്റെ അടുത്ത് എന്താണ് അച്ഛനോട് ഞാനൊരു വാക്ക് സംഭവിക്കുന്നൊക്കെ നല്ലതിന് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ലേ. ഇവിടെയാണ് ഞങ്ങൾ എവിടെയാണ് ഞാൻ ഇതും കൂടി നോക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് നോക്കുക. അപ്പൊ അതൊക്കെ നീ ഒരുപാട് ഇങ്ങനെയാണോ പറയുക ഇന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പതാ ഇത്തിരി കടുകിട്ടു കേട്ടോ. ഈ രാവണന്റെ പെങ്ങളിനെ പറ്റി കേട്ടിട്ടുണ്ടോ അമ്മ? ശൂർപ്പണി. അത് കാരണം കൊണ്ട് എത്ര വലിയ യുദ്ധം ഉണ്ടായത്. അതുപോലെയാണ് ഇപ്പൊ അമ്മ. ഞാൻ ഒരു കാര്യം പറഞ്ഞതിന് എത്ര കുറ്റാണ് എന്റെ പറയണത്. പറയണല്ലോ, നീ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പൊ പിന്നെ കുറ്റം തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞതാണ്. അങ്ങനെയുള്ള ഒരു വാക്ക് എന്തൊക്കെ കാര്യത്തിന് മനസ്സിലായി. അതെ അതെ, ഭയങ്കര മോട്ടിവേഷൻ ആയി പോയി. ഒരു അല്പം നേരം കൂടി അമ്മ അവിടെ നിന്നൊരു മോട്ടിവേഷൻ കൊടുക്കണായിരുന്നു. അതാ അച്ഛൻ അമ്മേനെ ഒന്നും ചെയ്യില്ല എന്ന് നമുക്ക് അറിയാമല്ലോ. കറിവേപ്പിലയും പച്ചമുളകും. അതെന്തിനങ്ങനെ മേത്ത് തെറിപ്പിച്ചും കൊണ്ടിടുന്നത്? അതിൻ്റെ പേപ്പറും കിട്ടുമോ? ഫ്ലേവർ. ശരി. ഇംഗ്ലീഷ് അറിയില്ലേ? ഇല്ല, ഞാൻ അവിടെ അല്ലേ ജനിച്ചത്. ഇംഗ്ലീഷ് അറിയില്ല. ഇല്ലല്ലോ.
ഫ്ലേവർ എന്താണെന്ന് അറിയില്ലേ? ഫ്ലേവർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, പേപ്പർ അതിനുള്ളെന്ന് പറഞ്ഞ പോലെ ഞാൻ കേട്ടത്. അങ്ങനെ കേൾക്കുമല്ലോ. പിന്നെ ഒരു നുള്ള്. അല്ല, ഇംഗ്ലീഷ് അറിയാത്തവരൊക്കെ അയ്യേ എന്ന് പറയാൻ പറ്റുന്ന ആൾക്കാരാണോ? അല്ല, ഇപ്പൊ എല്ലാവർക്കും ഏതോട്ടൊക്കെ അറിയാമോ? അറിയാം, പക്ഷെ ഞാൻ ആൺകുട്ടികളൊക്കെ അറിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇടയ്ക്ക് വലിയ അലക്കലൊക്കെ അലക്കല് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ പറയുമ്പോ മാത്രം എന്താ മനസ്സിലാകത്ത്? ഇതാ ചായ ഇട്ട് ഇനി നമുക്ക് ഇത് ഒന്ന് വേവട്ടെ. ഇത്തിരി ഉപ്പ് ചേർക്കാം. ഉപ്പിട്ട് ഇനി നമുക്ക് അത് വേവാതെ ഒരു ഇച്ചിരി വെള്ളം കേട്ടോ, അത് ഇത്തിരി കൊടുത്തിട്ട് അതൊന്ന് വേവട്ടെ. അപ്പോഴേക്കും ഞാൻ കാര്യങ്ങൾ പറയട്ടെ. ഓക്കെ. അപ്പോ നീ ഇന്നലെ എൻ്റെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തറിയോ, നമ്മുടെ ഓരോരോ സമയത്ത് മനുഷ്യന്മാർ എന്ത് വിചാരിക്കറിയോ, മനുഷ്യന്മാരുടെ കാര്യമല്ലേ, ഓരോരോ ബുദ്ധിമുട്ടുകൾ വരും, പ്രതിസന്ധികൾ വരും, പല കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ തളർന്നിട്ട് വിചാരിക്കും നമ്മുടെ ജീവിതം ഇതോടെ അവസാനിച്ചു. ഇത് എന്നെ ഉദ്ദേശമാണ്, എന്നെ മാത്രം ഉദ്ദേശമാണ്, എന്നെ തന്നെ ഉദ്ദേശമാണ്. അല്ല അല്ല, ഞാൻ പൊതുവെ ഞാൻ ഇന്നലെ തളർന്നു പറഞ്ഞില്ല, അതിന്റെ ആയിരിക്കും ഇപ്പം പറയണം. അതല്ല, ആ തളർച്ചയല്ല, ജീവിതത്തിലെ തളർച്ചകളുണ്ട്, തോൽവികളുണ്ട്. ഇത് പിന്നെ ഇന്നലെ അല്ല, ഇന്നലെ പിന്നെ ഞാൻ ഷൂട്ടിങ്ങിനായിരുന്നു തളർന്നത്, ജീവിതത്തിൽ തന്നെ അല്ലേ. ഇത് കേക്ക് കാര്യങ്ങൾ പറയുമ്പോ ആ തളർച്ച ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും, താഴ്ച ഉണ്ടാവും. അല്ല, ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇതിന്റെ ഇടയ്ക്ക്. ഇന്നലെ കണ്ടമാനം ബ്ലഡ് പോയത് അച്ഛൻ്റെ അല്ലേ, ക്ഷീണം അമ്മയ്ക്കാണുള്ളൂ. കുഴപ്പമില്ല, സ്ലിം ബ്യൂട്ടി ആയി, നന്നായി കേട്ടോ. അത് ഈ വേദനയൊക്കെ വന്നപ്പോ അന്ന് ക്ഷീണിച്ചതല്ലേ, അല്ലാണ്ട് ഇതിനൊന്നും അമ്മ ക്ഷീണിച്ചിട്ടില്ല. ക്ഷീണിക്കരുത്, ഇതൊക്കെ നമുക്ക് ദൈവാധീനം കിട്ടിയതാണ്. നമുക്ക് ആ ഭാഗ്യം ദൈവം തന്നു എന്നാ വിചാരിക്കേണ്ടത്. കാരണം എന്തോ സംഭവിക്കാൻ പോണത് ചെറുതായി ഇങ്ങനെയൊക്കെ വിചാരിക്കണോ? അങ്ങനെ വിചാരിക്കണം. അതാണ് ഈ കഥ പറയുന്നത്. നമ്മള് എന്നും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും എന്ന് വിചാരിക്കരുത്, താഴ്ച ഉണ്ടാവും. അപ്പോ ഈ ഉയർച്ച വരുമ്പോ മാത്രം സന്തോഷിക്കുക, താഴ്ച വരുമ്പോ ഒരുപാട് സങ്കടപ്പെടുക, അയ്യോ ഇനി ഇത് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവില്ല എന്നുള്ളത് തോന്നല്, അതൊന്നും പാടില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രതിസന്ധികൾ എന്തൊക്കെ വരാനുണ്ട് അതൊക്കെ വരും. പക്ഷെ അതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു മാർഗം നമ്മുടെ മുന്നിൽ തെളിയും. അങ്ങനെയാണ്. അപ്പൊ അല്ലാണ്ട് എന്റെ ജീവിതം ഇതോടെ അവസാനിച്ചു, ഞാൻ എങ്ങനെ ആയിപ്പോയി. ഇപ്പൊ ഒരു ജോലിക്ക് പോയി എന്ന് വെച്ചാൽ ആ ജോലി ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇന്റർവ്യൂവിൽ നീ തോറ്റു, നിനക്ക് ആ ജോലി എന്നെ കയറി പിടിക്കണത് നിന്നെ അല്ല, നിന്നെ പറയല്ല. ഒരാള് തോറ്റു. അപ്പൊ ഇന്റർവ്യൂവിന് തോറ്റു കഴിഞ്ഞ് ആ ജോലി കിട്ടിയില്ല. ഭയങ്കര സങ്കടമായി. അയ്യോ, പക്ഷെ ആളിങ്ങനെ വിചാരിക്കില്ല, എനിക്ക് ഇതിലും നല്ലത് വല്ലതും വിധിച്ചിട്ടുണ്ടാവും, അതായിരിക്കും ഞാൻ ഇപ്പൊ ഇതിന് തോറ്റതെന്ന് വിചാരിക്കില്ല. ഭയങ്കര സങ്കടമായി. ഒരു ദൈവത്തിന് പ്രാർത്ഥിച്ചു, ഞാൻ അമ്പലത്തിൽ പോയി, എന്റെ എല്ലാവരുടെയും ആശീർവാദം മേടിച്ചിട്ടൊക്കെയാണ് പോയത്. അനുഗ്രഹം ആശീർവാദം എന്ന് പറഞ്ഞ അനുഗ്രഹം തന്നെയാണ്. അത് അവർക്കറിയാം. നീ വരെ കൊസറാക്കൊള്ളി പറയരുത് രണ്ടു, എന്താണാവട്ടെ. അപ്പോ അങ്ങനെ വിചാരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോ അതിലും ആ ഇന്റർവ്യൂവിന് പോയിട്ട് കിട്ടണേക്കാളും വലിയൊരു ജോലി കിട്ടിയെന്ന് വെച്ചാ, വീട്ടിലിരുന്നിട്ടല്ല കിട്ടി. അപ്പൊ നീ എന്താ വിചാരിക്കണം, അയ്യോ ഞാൻ അന്ന് ആ ജോലിക്ക് പോയാലും ഇത്രയും നല്ല ജോലി എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോ അവിടെ നഷ്ടപ്പെട്ടത് ഇവിടെ നേടാൻ വേണ്ടിയായിരുന്നു. ആ ജോലി നിനക്ക് നഷ്ടപ്പെട്ടത് ഇപ്പൊ നിനക്ക് കിട്ടിയ ഈ ജോലി നേടാനായിരുന്നു. അതാണ് ജീവിതം. ഇപ്പൊ എനിക്ക് വെസ്തുന്ന് വിചാരിക്കുക, വെസ്ന്ന് കുടലൊക്കെ ഇതായിട്ട് ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ മതിയെന്ന് ഞാൻ ചിന്തിക്കായിരിക്കും. അപ്പൊ ഞാൻ വിചാരിക്കണം ഇന്ന് ഞാൻ ഭക്ഷണം ഇരിക്കണം, നാളെ കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. പറ്റില്ല, നടക്കില്ല. അല്ല, ഞാൻ അതിന്റെ കാര്യം ചോദിച്ചാണ്. അല്ലെങ്കിൽ ഓർമ്മശക്തി ഇത്തിരി കുറവാണ്, അതിന്റെ ഇടയിൽ കൺഫ്യൂഷൻ കൂടി വന്നത് ഫ്യൂസ് പോയ ലൈറ്റ് പോലെയാവും. ആയിരിക്കും, അതെ, ഫ്യൂസ് പോയ ലൈറ്റ് പോലെ ആവും. ആ തോറ്റത് നമ്മുടെ ഏറ്റവും വലിയ തോൽവിയാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല എന്ന് കരുതില്ലേ, അത് ഏറ്റവും വലിയ ഒരു എന്താ പറയാ നല്ല ചിന്തയല്ല. ആ ചിന്ത പാടില്ല. ഇതിലും നല്ലത് എന്തെങ്കിലും എനിക്ക് വിധിച്ചിട്ടുണ്ടാവും ദൈവം, അതാണ് ഞാൻ ഇങ്ങനെ എന്നുള്ള സമാധാനം, ഒരു പോസിറ്റീവ് നമ്മുടെ മനസ്സിൽ ഒന്നും ഉണ്ടാവില്ല. അല്ലാണ്ട് അയ്യോ എനിക്ക് അങ്ങനെയായി, ഇനി എനിക്ക് ജീവിതം കിട്ടില്ലേ, എന്റെ ജീവിതം എങ്ങനെ ആയി പോയല്ലോ, ഇനി എന്താ അങ്ങനെ ചിന്തിച്ച് നമ്മൾ നെഗറ്റീവായി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഉടനീളം നെഗറ്റീവ് തന്നെ ആയിരിക്കും.
ഇന്ന് ഇങ്ങനെ ഇതായില്ലേ, നാളെ എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും, അല്ലെങ്കിൽ നാളെ എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും എന്ന് പോസിറ്റീവായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ചിന്തയിലൂടെ തന്നെ നമ്മുടെ ജീവിതം ഒരു എന്താ പറയാ നല്ലൊരു മാർഗത്തിലേക്ക് എത്തിച്ചേരും. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ വെറുതെ വീട്ടിൽ നിന്ന് ചിന്തിച്ചാൽ മതി, ഞങ്ങളുടെ പോസിറ്റീവ് ഞങ്ങൾ തേടി വരുന്ന. അങ്ങനെയല്ല, പ്രയത്നം വേണോ. അതിന്റെ ഇടയ്ക്ക് നമ്മള് അങ്ങനൊന്നുണ്ടോ? നെഗറ്റീവായിട്ട് എല്ലാം എന്റെ തീർന്നു പോയി, എന്റെ ജീവിതത്തിൽ ഇനി ഒന്നുമില്ലാന്ന് ഒരിക്കലും മനുഷ്യൻ നമ്മൾ പ്രയത്നിക്കണം. അത് പറയാൻ മറന്നു അമ്മ. തൊട്ട് നമ്മുടെ അവസാന നിമിഷം വരെ നമ്മൾ പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. അവസാന നിമിഷം വേണം, അതുവരെ നമ്മളൊരു പ്രതീക്ഷ ഉണ്ടാവും നമുക്ക്, ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഉയർച്ച ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ. പക്ഷെ അവിടെ ചെറിയൊരു തിരുത്തലുണ്ട്. ഈ അവസാന നിമിഷം വേറെ പ്രതീക്ഷ ഒന്നും ഉണ്ടാവില്ല. ഇത്ര വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു, പോവായിരുന്നു. ഒരു കാര്യം പറയുമ്പോ ആ സമയത്ത് ബുദ്ധിയും ബോധം എന്ത് പ്രതീക്ഷിക്കാനാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മരിക്കാൻ കിടക്കുന്ന സമയത്തിന്റെ കാര്യം എന്നല്ലപ്പ ഞാൻ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കില്ലേ, അയ്യോ എന്റെ ദൈവമേ നമ്മുടെ ജീവിതം എങ്ങനായി തീർന്നല്ലോ, ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് എന്താ ഒരു മാർഗം എന്നൊക്കെ ചിന്തിക്കില്ലേ. അത് പാടില്ല. നമ്മുടെ ജീവിതത്തില് നന്മകൾ എപ്പോഴും ആ സമയത്ത് അങ്ങനെ ഒരു സമയം ഉണ്ടാവും. ആ സമയത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ ഒരു മനുഷ്യന്റെ ജീവിതം അമ്മ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോ നിങ്ങൾ പാടരുത്. ഞാനിവിടെ ചില സംഘർഷങ്ങൾ വരുമ്പോ അമ്മ പാടുന്ന കണ്ടിട്ടില്ല. അങ്ങനെ ഒരിക്കലും നിങ്ങൾ പാടരുത്. അമ്മ എസ് ജാനകി അമ്മയുടെ പഴയ പാട്ടെടുത്ത് ഒന്നൊന്നര പാട്ടായിരിക്കും. അപ്പൊ ഞാൻ ആ ഒരു സംഘർഷാവസ്ഥ നമുക്ക് മറക്കാൻ പറ്റും ആ പാട്ടുകളിലൂടെ നമ്മൾ അത് ആസ്വദിച്ചിരിക്കുന്നത്. പക്ഷെ അമ്മ പാടുമ്പോ ഒരു കാര്യം ആലോചിക്കണം. എവിടെയെങ്കിലും വെച്ചിട്ട് ഇത് ആ ജാനകി അമ്മ കേൾക്കാൻ ഇട വന്ന അവന്റെ മനസ്സിന് എത്ര വിഷമാവും. അത് ഇത്രത്തോളം കൊളാക്കിയിട്ട് അമ്മ പാടുമ്പോ വലിയ ആൾക്കാർ വരദാനം കിട്ടിയവരാണ്, അതുപോലെ എനിക്ക് പാടാൻ പറ്റുമോ? പക്ഷെ എന്റെ സ്വരത്തിൽ ഞാൻ അവരുടെ പാട്ടുകൾ പാടി ആസ്വദിക്കുന്നുണ്ടല്ലോ, അതൊരു വലിയ കാര്യല്ലേ. അപ്പൊ അവരുടെ പാട്ടിനെ ഞാൻ അത്രത്തോളം ആഗ്രഹിക്കുന്നു, അത്രത്തോളം ആസ്വദിക്കുന്നു, അത്രത്തോളം എന്താ പറയാ ആരാധിക്കുന്നു എന്നൊക്കെയല്ലേ അതിന്റെ അർത്ഥം. അമ്മ ആരാധിച്ചോ, അത് കേൾക്കുമ്പോ അവർക്ക് സന്തോഷമല്ലേ ഉണ്ടാവുക. അമ്മ ആരാധിച്ചോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ പുലർച്ചെ കണിച്ചിട്ട് ഈ കണ്ണീർ പാട്ടുകൾ പാടുമ്പോ എനിക്ക് ആസ്വദിക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം പറഞ്ഞാണ് അത് എനിക്ക് ഇങ്ങനെ ഇഷ്ടം വരുന്ന പാട്ടുകൾ പാടുക, അല്ലാണ്ട് എനിക്ക് കണ്ണീർ പാട്ടുകളും അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ട് എനിക്ക് ജാനകിയമ്മയുടെ ചില പാട്ടുകൾ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പാടും. സാഡ് സോങ് ഉണ്ടാവും, അതിൽ ഹാപ്പി ആയിട്ടുള്ളത് ഉണ്ടാവും. അല്ല നമ്മളിങ്ങനെ കണ്ണിങ്ങനെ മെല്ലെ മെല്ലെ തുറക്കുമ്പോഴേ ഒരു ഭയങ്കരമായിട്ടൊരു സാഡ് സോങ്ങിൽ വരാം. അത് പോസിറ്റീവ് വൈബായിട്ടല്ല തോന്നുന്നത്. അതാരോ എൻ്റെ മണ്ടയ്ക്ക് ചുറ്റിയും കൊണ്ട് അടിച്ച ഒരു ആരടപ്പ രാവിലെ ഇങ്ങനെ നിലവിളിക്കുന്ന വന്ന് നോക്കുമ്പോൾ അമ്മ ചായയും വെച്ചുകൊണ്ട് ഇങ്ങനെ പാട്ട് പാടുന്നു. ഒന്നര പാട്ട്. ഞാൻ ഒരു കാര്യം പറയാൻ വന്നത് അവിടെ നിർത്തി അറിയോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും ഒരുപാട് എന്താ പറയുക, എന്താ അതിന് പറയാ മലയാളത്തില്, അങ്ങനെ ആവരുത് നമ്മുടെ മനസ്സ്. അതായത് എന്തെങ്കിലും ഒരു സാധനങ്ങൾ ആവുമ്പോഴേക്കും നമ്മുടെ ആകെ തകർന്ന തരിപ്പണായി നമ്മുടെ ഇത് എവിടെ പോയി എന്താ ഇത് ഇങ്ങനെ സംഭവിച്ചല്ലോ, ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യാന്നുള്ള ഒരു മനസ്സിന്റെ ഒരു വിഭ്രാന്തി പോലെയൊക്കെ കാണിക്കില്ലേ, അത് പാടില്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നീ ആലോചിച്ചു, നീ ഒരു കുളത്തിന്റെ അരികിലോ എവിടെ ഒരു വെള്ളത്തിന് തീരത്ത് അവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കും. ഞാൻ എന്തിനാ അവിടെ പോയിരിക്കുന്നത് പറയുന്ന കേക്ക്. ഓ ശരി. ഇരിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോ നിന്റെ കയ്യിൽ കിട്ടിയ ഒരു വാച്ച് ആ വെള്ളത്തിലേക്ക് വീണു. എന്റെ ദൈവമേ, വിലപിടിപ്പുള്ള വാച്ചാണ്. അത് പോയി. എന്റെ ആ വെള്ളത്തിലേക്ക് വെക്കില്ല, എനിക്ക് വീഴ്ത്താൻ പറ്റില്ല. ഇത് കേക്ക് കാര്യം പറയാം, അത് വീണൂന്ന് വെച്ചു. ആ സമയത്ത് നീ അയ്യോ എന്റെ വാച്ച് പോയി എന്ന് പറഞ്ഞ കുളത്തിൽ അങ്ങോട്ട് ഇങ്ങനെ അരിച്ചു പെറുക്കിണ്ടെങ്കിൽ അത് കിട്ടില്ല. കാരണം കലങ്ങി കിടക്കുന്ന വെള്ളത്തിൽ അത് തെളിഞ്ഞ് കാണില്ല നിനക്ക്. നീ എന്ത് ചെയ്യണം അറിയോ, വണ്ടി പിടിച്ച് വീട്ടിലേക്ക് വീണില്ലേ ആ സമയത്ത് കുറച്ചു നേരം ശാന്തമായി ഇരുന്നിട്ട് പോയത് എന്റെ വാച്ചല്ലേ, എനിക്ക് എങ്ങനെ ശാന്തമായിട്ടിരിക്കാൻ പറ്റിയ. അപ്പൊ വെള്ളത്തിന്റെ ഒരു ഇളക്കുണ്ടാവും, അതൊക്കെ കഴിഞ്ഞ് വെള്ളത്തിന് ഇളക്കുണ്ടാവും, ശാന്താവും. നമ്മള് എന്തെങ്കിലും പോയി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കാലിട്ട് ഇങ്ങനെ എനിക്ക് മനസ്സിലായി. നീ കാലിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളം കലങ്ങിയില്ലേ. ആദ്യം വെള്ളം അമ്മ പറഞ്ഞ പോലെ ശങ്കരനായി ഉണ്ടാവും, പിന്നെ ശാന്തയാവും. ആവട്ടെ, ഈ മുദ്ര കിട്ടും. ശരി, ഞാൻ ആ കുളത്തിന് തീരത്ത് അമ്മയുടെ അല്ലാത്ത എന്റെ ഇഷ്ടപ്പെട്ട വാച്ച് പോയിട്ട് ഞാൻ അവിടെ മുണ്ടാണ്ടിരിക്കണം, അവിടുത്തെ കൈ വെച്ചിട്ട് പോയത് എന്റെ പറഞ്ഞിട്ട്. നമുക്ക് മുളകും ചതക്കാനുണ്ടോ? അത് നന്നായി, അല്ലെങ്കിൽ ചതക്കനും കൂടി പിടിക്കുക. അപ്പോ എന്താന്ന് പറഞ്ഞാൽ ഈ അപ്പൊ നീ കാലിട്ട് ഇളക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ
ഇരിക്കുകയാണ്. ആ സമയത്താണ് നിന്റെ വാച്ച് അതിൻ്റെ ഉള്ളിൽ വീണത്. അപ്പൊ ആ വെള്ളം കലങ്ങിയിട്ടുണ്ടാവും. ഞാൻ അങ്ങനെയൊന്നും എവിടെയും പറയുന്നത് കേക്ക് രഞ്ജൊന്നും പറയട്ടെ ഞാന്. അപ്പൊ എന്തറിയോ, ആ വെള്ളം കലങ്ങിയ വെള്ളത്തിൽ നിനക്ക് ആ വാച്ച് എവിടെ വീണതെന്ന് അറിയില്ല. പക്ഷെ നീ എന്ത് ചെയ്യും, ആ വാച്ച് വീണ അതില് അയ്യോ എന്റെ വാച്ച് എന്ന് പറഞ്ഞ ഇതൊക്കെ കൈയിട്ട് ഇങ്ങനെ തരയും. കിട്ടില്ല അത്, കാരണം അത് കാണണ്ടേ, കൈയിട്ട് പിന്നെ കിട്ടണ്ടേ. അപ്പോ നീ അതല്ല ചെയ്യേണ്ടത്. അപ്പൊ നീ എന്ത് ചെയ്യണം, ആ കാലൊക്കെ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞ് ആ വെള്ളം തെളിയുന്ന വരെ ഒരു 10 മിനിറ്റ് നോക്കുക. ആ വെള്ളം തെളിയുന്ന സമയത്ത് അത്രയും ചുറ്റുപാടും നോക്കുമ്പോ അവിടെ എവിടെയെങ്കിലും ആ വാച്ചിന്റെ കണ്ണിൽ അതുവരെ ഞാൻ എങ്ങനെ ഇരിക്കണം, ചുറ്റും ആ വെള്ളത്തിലേക്ക് ഏത് രീതിയിൽ ഇരിക്കണം, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ആ വെള്ളത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. 10 മിനിറ്റ് 15 മിനിറ്റ് ഇരിക്കേ. ആ വെള്ളം അപ്പോ തെളിഞ്ഞു കാണും. ആ സമയത്ത് അതിന്റെ ഉള്ളിൽ പിന്നെ ഏത് ശാന്തയായിട്ട് ഞാൻ അവിടെ ഇരിക്കണം എന്നാ പറഞ്ഞ അപ്പൊ ഞാൻ തന്നെ ഇരുന്നാ മതി. അങ്ങനെ ആ വെള്ളത്തിൽ നിന്റെ വാച്ച് കാണും. നിനക്ക് ഇന്ന സ്ഥലത്ത് വാച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൈയിട്ടെടുക്കാൻ പറ്റും. ഇതില് അതേപോലെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നമ്മള് ശാന്തതയോടെ നല്ല ഒരു എന്താ പറയുക കാമായി ചിന്തിച്ച് നമ്മൾ അതിനെ എന്താ ചെയ്യേണ്ടത്. ഇതിൽ ഞാൻ തോറ്റല്ലോ, ഒരു ചോദ്യം ചോദിക്കട്ടെ, എങ്ങനെ ആയല്ലോ ഞാൻ എന്താ ചെയ്യേണ്ടതൊക്കെ ആലോചിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആ വഴി നമ്മുടെ കണ്ടെത്തി. ഇപ്പൊ അമ്മ ഇവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറെ അമ്മേനെ ശല്യപ്പെടുത്തി. അപ്പൊ അമ്മ ഒരു ചട്ടക്കെടുത്തിട്ട് എന്റെ തലമുണ്ടേക്ക് അടിച്ചു. ചതച്ച ചെറിയ ഉള്ളി ഉണക്കമുളകും കൂടി ഉള്ളത് കേട്ടോ. അമ്മേനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അപ്പൊ അമ്മ എന്ത് ചെയ്തു, ഒരു ചട്ടക്കെടുത്തിട്ട് എന്നെ തലമുണ്ടേക്ക് തല്ലി. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്, ആ ഒരു മുഴ വന്നു എന്ന് വിചാരിച്ചോ, അതിങ്ങനെ തടവി കൊണ്ട് ശാന്തമായിട്ട് ഇത് നല്ലതിനാണ്. എന്ത് നല്ലത്, എന്റെ മണ്ടല്ലേ വേങ്ങിയത്. ഈ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളും ഇതിന് എന്താണ് അർത്ഥമുള്ളത്? അല്ല ഞാൻ ചോദിച്ചാൽ നിനക്ക് എല്ലാത്തിനും ഒരു അർത്ഥം കണ്ടിട്ട് നീ വലിയ ബുദ്ധിശാലിയെന്ന് വിചാരിച്ചിട്ട് എന്റെ അടുത്ത് ഇത് ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു തരട്ടെ. അമ്മ പറഞ്ഞത് സത്യമാണ്, അതിൽ ഞാൻ ഒരു സംശയമില്ല. കാരണം നമ്മുടെ ചില പുരാണങ്ങളും ചരിത്രങ്ങളൊക്കെ അതിന് ആധാരമാണ്. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പോ പാണ്ഡവർക്ക് 13 വർഷത്തെ വനവാസമായിരുന്നു. അപ്പോൾ വനവാസം അവർക്ക് വിധിക്കപ്പെട്ടപ്പോൾ അവർ ശരിക്കും തകർന്നു പോയി. പഞ്ചപാണ്ഡവരും ഭാര്യയൊത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ തകർന്നു പോയി. കൊടുങ്കാട്ടിനുള്ളിൽ ഒളിച്ചു വേണം താമസിക്കാൻ. ഈ ഗതികേടൊന്നും സഹിക്കാൻ പറ്റില്ല, തിന്നാനില്ല, ഒന്നുമില്ല. ഇത്രയും കാലം കൊട്ടാരത്ത് ജീവിച്ച ഒരു കാട്ടിൻ്റെ എവിടേക്കോ പോയി എങ്ങനെയൊക്കെയോ ജീവിക്കുക. പക്ഷേ ഈ ഒരു പ്രതിസന്ധി ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരായിട്ട് പോലും, ഭഗവാന്റെ ആൾക്കാരായിട്ട് പോലും ഈ ബുദ്ധിമുട്ടുണ്ടായി. എന്തുകൊണ്ട് അതുണ്ടായി? ഭഗവാൻ ഉണ്ടെങ്കിൽ അത് തടയാൻ പറ്റുമായിരുന്നു. എന്തുകൊണ്ട് തടഞ്ഞില്ല? കാരണം ഈ സംഘർഷം കൊണ്ട് ഒരു കരുത്തറ്റ മനുഷ്യനായിട്ട് പുറത്തു വരട്ടെ വന്നിട്ട്, മനസ്സിലായില്ലേ? ആ വനവാസത്തിനുള്ളിൽ അവർക്ക് കിട്ടിയത് എന്താണ്? ഏറ്റവും കൂടുതൽ ആത്മധൈര്യം, ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള ശക്തി. ആ 2 ആ 13 വർഷത്തിൻ്റെ ഉള്ളിൽ അവർക്ക് കിട്ടിയത് കൊണ്ടാണ് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവരെ ജയിച്ചത്. ആ ഒരു സമയം 13 വർഷത്തെ എല്ലാ കഷ്ടതകളെയും തരണം ചെയ്യാനുള്ള ശക്തി നേടിയെടുത്തു. എന്തൊക്കെ നേരിടേണ്ടി വന്നു? മൃഗങ്ങളെ നേരിടേണ്ടി വന്നു, അസുരന്മാരെ നേരിടേണ്ടി വന്നു, ഭക്ഷണിയിരിക്കേണ്ടി വന്നു, ശാപങ്ങൾ കിട്ടില്ല എന്നുള്ള രീതിയിൽ കടന്നുപോയി. അങ്ങനെ 13 വർഷങ്ങൾ അവർ അനുഭവിച്ച അത്രയും വലിയ സംഘർഷത്തിന് ഒരു അനുഗ്രഹമായി. എന്താ, അവർക്കൊരു ജീവിത പാഠം പ്രാക്ടിക്കലായിട്ട് ഇതിന് ശേഷം നിനക്ക് നേടാനുള്ളതും ഏറ്റവും വലുതാണെന്ന് പറഞ്ഞിട്ട് അതൊരൊറ്റ കാര്യം മതി. ജീവിതത്തിൽ നമുക്കൊക്കെ വരുന്ന സംഘർഷങ്ങളില്ലേ, അത് ഒരു നിമിഷമാണെങ്കിലും ഒരു മണിക്കൂറാണെങ്കിലും ചിന്തിക്കുക, ഇതൊക്കെ ഒരു സംഘർഷത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരുന്നത് ഞാൻ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. ജീവിതത്തിൽ വരുന്ന സംഘർഷങ്ങളിനെ നമ്മൾക്ക് മറികടക്കണമെങ്കിൽ നമ്മൾ എല്ലാത്തിനും എതിരേറ്റ് നമ്മൾ അതിനെയൊക്കെ സഹിച്ച് നമ്മുടെ ഒരു കരുത്തിട്ട് ഒരു സ്വർണം എങ്ങനെയാണ് തിളക്കമുള്ളതാവുക? ആ സ്വർണത്തിന്റെ നിറവും എങ്ങനെയാണെന്ന് നമുക്കറിയാം. കരിങ്കല്ല് പോലെ ഉണ്ടാവുക എന്ന് പറയും. അത് ഊതിക്കാച്ചിയ പൊന്നാക്കി അതിനെന്താ പറയുക, പൊന്നിലൊരു പ്രത്യേകതയില്ല, തങ്കം. ആ പൊന്ന് തങ്കമായി മാറും. അതെങ്ങനെയാണ്, അതിന് എത്രമാത്രം പ്രയത്നങ്ങൾ ആ ഇതിൽ ചെയ്തിട്ടാണ് ഒരു പൊന്ന് തങ്കായി മാറുന്നത്. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ സുഖം മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നും അറിയില്ല, നമ്മൾ ഒന്നിനും കഴിവില്ലാത്തവരായി പോവാം. അപ്പൊ പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ വരുന്ന ഓരോ സംഘർഷങ്ങളും ഓരോ പാഠങ്ങളാണ്. ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് അപ്ലൈസ് ഇസ് എ ന്യൂ ലെസൺ എന്ന് പറയും പോലെ എന്തോ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നു, എന്തോ അത് എന്തോ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നു, എന്തോ പഠിപ്പിച്ചു പോകണം. അറബി. അറബി, അതാണ് അറബി. ശരിയാണ്. ഇംഗ്ലീഷ് മാതിരി ചിലതൊക്കെ കേട്ടു.
അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുക ഈ അമ്മ പറഞ്ഞ പോലെ തന്നെ, പിന്നെ അമ്മ ഈ വയസ്സ് വരെ കുറേ സംഘർഷങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഉറപ്പിക്കാം, ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നിന്നെ എന്തോ ആക്കി മാറ്റാൻ, അല്ലെങ്കിൽ എന്തോ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി വരികയാണ്, പഠിപ്പിച്ച് നിന്നെ പെർഫെക്റ്റ് ആക്കിയിട്ട് തിരിച്ചു പോകുന്നത് അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് നീ എന്നെ എന്തൊക്കെ കളിയാക്കിയടാ, അവസാനം നിനക്ക് എല്ലാം നീ ഞാൻ പറഞ്ഞിതാക്കിയപ്പോൾ നിനക്ക് മഹാഭാരതം വരെ എത്തിയില്ലേ. അപ്പൊ നീ എന്നെ വെറുതെ കളിയാക്കാൻ വേണ്ടിട്ട് നീ ഇതൊക്കെ പറയൂ. കാര്യമാണ് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവും. എന്നാലും നീ നിനക്ക് എന്നെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എങ്ങനെ പറ്റും? എനിക്കൊരു അമ്മയല്ലേ ഉള്ളൂ, അമ്മേനല്ലേ എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പുറത്ത് പോയിട്ട് ഞാൻ ഇവനെന്താ ഒന്നും പറയാൻ സംഭവം എല്ലാത്തിനും തപ്പുതരം പറയുക, എന്നിട്ട് അവസാനം പറയണോ എന്നെ ഇപ്പൊ ഈ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ചീത്ത പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പ്രയത്നം. കാരണം ഇതും നാളെ നിനക്ക് നല്ലൊരു ജീവൻ പറഞ്ഞിട്ടാണ് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് ആകെ പറയാനുള്ള കംപ്ലൈൻറ്റ്, സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം പറയായിരിക്കും, ആ സമയത്ത് പോകുമ്പോൾ അത് കോമഡിയാക്കി മാറ്റും. എന്തൊരു കഷ്ടം അത്. ഞാൻ എന്ത് നല്ല രീതിയിലായിരിക്കും ഞാനതൊക്കെ ചിന്തിച്ച് ഇന്ന രീതിയിൽ വേണം അവതരിപ്പിക്കാന്ന് പറയുമ്പോൾ ഈ ചെക്കനവിടെ വന്നിട്ട് അതിൽ കൊത്രാക്കൊല്ലി അങ്ങോട്ട് ചെയ്തിട്ട് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് അതൊരു കോമഡി മോട്ടിവേഷനായിട്ട് മാറ്റുക. എന്നിട്ട് അവൻ സീരിയസ് ആയിട്ട് ഒരു ഡയലോഗ് വെച്ചിട്ട് എന്നിട്ട് ക്ലൈമാക്സിൽ വന്നിട്ട് അവൻ നായകനായിട്ട് പോവുക. എന്തൊരു കഷ്ടം നോക്ക്. ഈ അമ്പുജത്തിനെ ഒന്ന് ജയിക്കാൻ സംഭവിച്ചോളൂ നിനക്ക് അല്ലമ്മ? ഇല്ല, അമ്മക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ. അമ്മ സദ്ബുദ്ധി ഉള്ളവളല്ലേ. നീയോ അതില്ലാത്തവരാണ്. അല്ല അമ്മേനെ കണ്ടില്ല, കണ്ടില്ലേ പറഞ്ഞത്? കണ്ടുകൊണ്ടുണ്ടല്ലോ അവര്. എന്റെ സ്വഭാവം എന്താറിയോ, ഞാനിന്ന് അവരൊക്കെ ഇല്ലേ നമ്മുടെ അതിന്റെ അത് ഉരുളങ്ങളും കൂടി ആരൊക്കെ ഉണ്ട് നമ്മുടെ അവരക്ക എവരൊക്കെ ഉണ്ട് നമ്മുടെ അവരക്ക ശരി അവരക്കും കൊണ്ടുള്ള ഉപ്പേരി വെക്കാതെ വിചാരിച്ചു വിട്ടില്ല ഞാൻ വിട്ടില്ല. എന്താ പറയാ അതിന്? മെഴുക്ക് പറ്റിയ കൊച്ചു എന്ന് പറയും ചെറിയ കുട്ടീനെ. എന്താ അറിയോ, നമ്മളിങ്ങനെ ഇന്ന് മുഴുവൻ പറയില്ലേ അതന്നെ. മലയാളത്തിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. തമിഴിലാണെങ്കിൽ തൊക്ക്. ഇവിടെ തൊക്ക് എന്ന് പറയുന്ന ഒരു രോഗമാണ്. കന്നഡത്തിലാണെങ്കിൽ ഗൊജ്ജു. ഇവിടെ ബുജ്ജു എന്നായിരിക്കും പറയാ. അറിയില്ല, ഒരു ചെറിയൊരു ചാറ് പോലെ അതന്നെ. അത് മനസ്സിലായി വിചാരിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു, അമ്മ കായും മുതിരയും കൂടി വെക്കമ്മ, കുറെ ദിവസമായിട്ട് എനിക്ക് ഇവനത് ഇഷ്ടമാണ്, രണ്ടുപേർക്കും ഇഷ്ടമാണ്, ചോട്ടൂനും ഇഷ്ടമാണ് കായും മുതിരയും കൂടി ഉപ്പേരി വെച്ച. അപ്പൊ ഇന്നത്തെ മീൻകറി ഉണ്ട്, അപ്പൊ പിന്നെ ഓരോരോ മീനും കൂടി വറുത്ത് കൊടുത്ത കാര്യം. ചോട്ടൂന് പിന്നെ അമ്മക്ക് ഇഷ്ടപ്പെട്ട ഒരുവിധ സാധനങ്ങളൊക്കെ അവന് ഇഷ്ടമാണല്ലോ. അവനാണ് അമ്മയുടെ പൊന്നാര മോൻ. രണ്ടുപേരും അങ്ങനെ. ഇപ്പൊ നമുക്ക് രണ്ട് കണ്ണുണ്ട്, അതിൽ ഏതാ ഏതാ ഇഷ്ടം എന്ന് പറഞ്ഞ ആൾക്കാരും പറയാൻ പറ്റുമോ? ഓ, ഇതൊക്കെ ഡയലോഗ് കുറെ കേട്ട് മടുത്തു. ഇത് പറഞ്ഞിട്ട് എല്ലാവരും രക്ഷപ്പെടുകയാണ്. അപ്പൊ ഇന്നത്തെ മീൻകറി, ഈ മെഴുക്ക് വരട്ടി, പിന്നെന്താണ് മീൻ വറുക്കും. പപ്പടം വേണ്ട, മീൻ വറുക്കുമ്പോ പപ്പടം അതില്ല. നീ പപ്പടം നീ കൂട്ടിട്ടില്ല, പിന്നെ എന്തിനാ നീ പറയുന്നത്? മീൻ വറുത്തതും തന്നെയാണ് ഇന്നത്തെ. അപ്പൊ നിങ്ങളുടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് തരാം കേട്ടോ. ഉറപ്പായിട്ട് തരും കേട്ടോ. ഇവരെന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. നിങ്ങളുടെ കാര്യമാക്കണ്ട കേട്ടോ. എനിക്കാണെങ്കിൽ പിന്നെ ഇത് ശീലമായി പോയല്ലോ. എന്തും ചെയ്യാൻ പറ്റില്ല, സഹിക്കല്ലാണ്ട് വേറെ ജോലിയൊന്നുമില്ല. നാളെ മുതൽ ഞാൻ അമ്മനെ ഒരു കൊസറാക്കുള്ളിയും വരാണ്ട് മിണ്ടാണ്ട് നിൽക്കാട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ. ഉമ്മ വേണ്ട.